നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം നീ എന്തിനാ വിശാലിനോട് പറഞ്ഞത്? അവന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ? പാർവതിക്ക് ഒരു പ്രശ്നം ഉണ്ടായ അതവളുടെ ഭർത്താവിനോടല്ലാതെ വേറെ ആരോടാ ഞാൻ പറയണ്ടേ? അമ്മ പറഞ്ഞില്ലേ വിശാൽ ബ്രോയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല എന്ന്. പോലീസിനെ വിളിച്ചു വരുത്തുന്നതിന് മുമ്പേ അമ്മ അത് ഓർക്കണമായിരുന്നു. പാർവതി കുഴപ്പത്തിലായ വിശാൽ ബ്രോയുടെ മനസ്സ് വേദനിക്കുമെന്ന്. അപ്പൊ തല്ലിട്ടേണ്ടത് ആർക്കാ? ആർക്കാ? അമ്മയ്ക്ക് തന്നെയാ. തൊട്ടു പോരുതവളെ. പ്രഭാവതി, കയ്യാങ്കളി വേണ്ടെന്ന് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർവതിയോട് നിങ്ങൾ നെറുകേട് കാണിച്ചിട്ട് വിശാലിൽ നിന്ന് അത് മറച്ചു വെച്ചു. അതായിരുന്നില്ലേ നിങ്ങളുടെ ഉദ്ദേശം? വിശാലിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? വിശാലിന്റെ മാത്രമല്ല, ഒരാളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. തുടങ്ങി സാരോപദേശം. കർമ്മഫലം എന്ന് കേട്ടിട്ടില്ലേ? എന്തു കൊടുത്താലും അതേ അളവിൽ തിരിച്ചു കിട്ടും. ഒരിക്കലും ഒന്നിനെ അഹങ്കരിക്കരുത് പ്രഭാവതി. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട്: ഗുരുത്വാകർഷണം. എത്ര ഉയരെ പോയാലും താഴെ വീണിരിക്കും. പാർവതിയോട് ചെയ്ത മഹാപാപത്തിന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഒത്താശ ചെയ്തവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരും എല്ലാരും അനുഭവിക്കേണ്ടി വരും. നീ പറഞ്ഞത് ശരിയാ. മഹാപാപം ചെയ്തവര് അനുഭവിക്കേണ്ടി വരും. അവരിപ്പോ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പോലീസ് സ്റ്റേഷനിൽ വെച്ച്. വിശാല് നിന്റെ ഭാഗത്ത് നിൽക്കുന്നുള്ള ധൈര്യത്തിലല്ലേ നീ ഈ കളിയൊക്കെ കളിച്ചത്? നീ മനസ്സിലാക്കാതെ പോയൊരു സത്യമുണ്ട്. പെറ്റമ്മ വാക്കു പാലിച്ചില്ലെന്ന് പറഞ്ഞ് ഗായത്രി ചേച്ചിയുടെ ഫോട്ടോയിലേക്ക് പോലും നോക്കാതെ വിശാല് ജീവിച്ചത് 1-2 വർഷമൊന്നുമല്ല, 16 വർഷം. പക്ഷെ ഇപ്പോ ഗായത്രി ചേച്ചിയെ തൊഴുതുകൊണ്ടാ അവന്റെ ഒരു ദിവസം തുടങ്ങുന്നത്. പാർവതി അവനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണത്. പാർവതിക്ക് നൊന്താ വിശാല് ചോദിക്കാൻ വരും. പ്രഭാവതി ഒരുങ്ങിയിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.